വെസ്റ്റ് ബംഗാളിൽ ബി കാൻഡിഡേറ്റിനെ നാട്ടുകാർ അടിച്ചോടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ ആദ്യം കാണാം. തികച്ചും നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബി കാൻഡിഡേറ്റ് ആരാണെന്ന് നമുക്ക് നോക്കാം. ഈ ബി കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് സദേൺ ദിനജ്പൂരിലെ ബി കാൻഡിഡേറ്റ് ആയിട്ടുള്ള ശുഭേന്ദു ശേഖർ എന്ന് പറയുന്നവരെയാണ് നാട്ടുകാർ ചേർന്നിട്ട് അടിച്ചോടിച്ചിട്ടുള്ളത്. ആൻഡ് സെക്യൂരിറ്റി പേഴ്സണൽസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരെ അവിടെ നിന്ന് അതായത് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, അതായത് അവരെയും കൂട്ടി ഓടുകയാണ് സെക്യൂരിറ്റി പേഴ്സണൽസ് ഇവിടെ ചെയ്തിട്ടുള്ളത്, അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി. ഓക്കെ, ഇതുവരെ ഇതിന്റെ കാരണം എന്തിനാണ് ഈ അറ്റാക്ക് നടത്തിയിട്ടുള്ളത് എന്നുള്ള കാരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല, അതായത് റിപ്പോർട്ട്സ് വന്നിട്ടില്ല. പക്ഷെ പലരും പറയുന്നത്, അതായത് മെയിൻലി ബി പറയുന്നത് വെച്ചാൽ TMC അവരുടെ ഗുണ്ടകളാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് എന്നാണ്. എന്നാൽ മറ്റൊരു പക്ഷം പറയുന്നത് ഇത് ചെയ്തിട്ടുള്ളത് നാട്ടുകാർ തന്നെയാണ്. അതായത് ഈ BJP കൊണ്ട് പൊറുതി മുട്ടിയിട്ട് അടിച്ചോടിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടിട്ടുള്ളത് എന്നും പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഒരു കാൻഡിഡേറ്റിനെ നാട്ടുകാർ തല്ലുന്നത് അല്ലെങ്കിൽ ഒരു പാർട്ടി തല്ലുന്നത് ശരിയാണോ? ഒരിക്കലും ഞാൻ ഇതിന് യോജിക്കില്ല. കാരണം ഒരു ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് ദ ഇലക്ഷൻ മസ്റ്റ് ബി ഫ്രീ ആൻഡ് ഫെയർ. അതുപോലെ യാതൊരു പ്രശ്നവും കാൻഡിഡേറ്റ്സിന് ഉണ്ടാവാൻ പാടില്ല. എന്നാൽ അതേസമയം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഇലക്ഷൻസ് നടക്കുന്നത് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടാണോ എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ കാണുമ്പോൾ ഇവന്മാരെ ഇതേപോലെ അടിച്ചു ഓടിക്കണമെന്ന് തന്നെ തോന്നിപ്പോകും. ഞാൻ ഒരു വീഡിയോ പ്ലേ ചെയ്തു തരാം. इसको कंट्रोल करना बहुत जरूरी है और मेरा तो डिमांड है लिखित रूप में कि अभी फिलहाल 2-3 साल मुसलमानों को बॉयकॉट किया जाए, चाहे वो प्राइवेट कंपनी है, चाहे वो प्राइवेट लिमिटेड कंपनी हो, चाहे वो गवर्नमेंट सेक्टर्स हो, नई नौकरी में मुसलमानों को बॉयकॉट किया जाए जब तक ये सारे मॉड्यूल बस्ट ना हो जाएं. ഇവള് പറയുന്നുണ്ടല്ലേ, ഇവള് BJPയുടെ മൈനോറിറ്റി മോർച്ചയുടെ ലീഡറാണ്. ഇവൾ സ്വയം വിശേഷിപ്പിക്കുന്നത് ഇവളൊരു മുസ്ലിമാണ് എന്നാണ്. പക്ഷെങ്കിൽ വാ തുറന്നു കഴിഞ്ഞാൽ മുസ്ലിംസിന് എതിരായിട്ടുള്ള കാര്യങ്ങളെ ഇവൾ സംസാരിക്കാറുള്ളൂ. ഇപ്പോൾ തന്നെ ഇവിടെ ഇവൾ പറഞ്ഞിട്ടുള്ള കാര്യം കേട്ടില്ലേ, മുസ്ലിംസിനെ പ്രൈവറ്റ് സെക്ടർ, പ്രൈവറ്റ് എൻറ്റിറ്റീസ്, ഗവൺമെന്റ് സെക്ടേഴ്സിലൊന്നും പണിക്ക് കൊടുക്കാൻ പാടില്ല, ജോബ് കൊടുക്കാൻ പാടില്ല, കംപ്ലീറ്റ്ലി ബൈക്കൗട്ട് ചെയ്യണം എന്നാണ് ഇവൾ പറഞ്ഞിട്ടുള്ളത്. ഇവൾ മാത്രമല്ല, നമ്മുടെ യോഗി ആദിത്യനാഥ് ജി ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ പോയിട്ട് എന്തൊക്കെയാണ് പറയുന്നത്. ഹെയ്റ്റ് സ്പീച്ചിന്റെ പൂരമാണ് വെസ്റ്റ് ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ആസാമിലെ CM ഹേമന്ത്, അത് പിന്നെ പറയാനില്ല. മുസ്ലിങ്ങളെ അയാൾക്ക് കണ്ടെടുത്താൽ കണ്ടുകൂടാ. വാ തുറന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളെ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ രണ്ടു പേരല്ല, ഇതിലും വേറെയും ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഇതുപോലുള്ള ഹെയ്റ്റ് സ്പീച്ച് സംസാരിക്കുമ്പോൾ ആളുകൾക്ക് തോന്നും ഇതുപോലെ അടിച്ചോടിക്കാൻ വേണ്ടി. അപ്പോൾ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും. അതായത് ഇതിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇതൊക്കെ കേട്ടിട്ട് ആളുകൾക്ക് മടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും ഇപ്പോൾ കണ്ടിട്ടുണ്ടാവുക. ആ BJP കാൻഡിഡേറ്റിനെ നാട്ടുകാർ അടിച്ചോടിച്ചിട്ടുണ്ടാവുക. ഇതിന്റെ കൃത്യമായിട്ടുള്ള, അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതിന്റെ കൃത്യമായിട്ടുള്ള എന്തിനാണ് ഈ അറ്റാക്ക് നടത്തിയിട്ടുള്ളത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അത് ഇനി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമെന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഇൻവെസ്റ്റിഗേഷൻ കഴിയട്ടെ, എന്നിട്ട് ആരാണ് ഇത് ചെയ്തിട്ടുള്ളത് നോക്കാം. നാട്ടുകാരാണോ അല്ല TMC ആണോ അല്ല സ്വയം ഇവർ തന്നെ നടത്തിയ ഒരു നാടകമാണോ എന്നും വേറൊരു പരാമർശമുണ്ട്. അതായത് ചില ആളുകൾ പറയുന്നത് BJP അവർക്ക് കുറച്ചും കൂടിയും ഒരു മൈലേജ് കിട്ടാൻ വേണ്ടി സ്വയം അവരുടെ കാൻഡിഡേറ്റിനെ തല്ലിക്കാൻ ആളെ ഏർപ്പാടാക്കിയതാണെന്നുള്ള ഒരു സംസാരവും വെസ്റ്റ് ബംഗാളിൽ നിന്നും വരുന്നുണ്ട്. അങ്ങനെയും ആവാം. കാരണം ഒരുപാട് നാടകങ്ങളാണല്ലോ BJPയുടെ ഒരു മുന്നോട്ട് പോവുകയിൽ. എന്തിനേറെ പറയുന്നു, നമ്മളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നോർത്തിൽ നിന്നൊക്കെ പോയി ഇവിടെ സൗത്തിൽ തമിഴ്നാട്ടിൽ എത്തുമ്പോഴത്തേക്ക് കുറച്ച് കറുത്തു പോയിട്ടുണ്ടായിരുന്നു. അതായത് അങ്ങൊക്കെ വെളുത്തിട്ടായിരുന്നു, ഇങ്ങോട്ടൊക്കെ എത്തുമ്പോൾ കറുത്തു പോയി. അതെന്താണാവോ? അപ്പോൾ ഇതുപോലുള്ള നാടകങ്ങളാണ് പലയിടത്തും PR വർക്ക്, അതായത് അവർ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതും
അതുപോലെ ഒരു ഡ്രാമയാണോ എന്നും സംശയമുണ്ട് ആളുകൾക്ക്. ആളുകൾ അത് സംശയിക്കുന്നതിന് കുറ്റം പറയാൻ സാധിക്കില്ല. സാധിക്കുമോ? സാധിക്കില്ല. ഇവിടെ നമ്മൾ കേരളത്തിലുള്ള BJP ലീഡേഴ്സ് പറയും, അയ്യോ ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് എതിരെ ഒന്നുമല്ല, BJP എപ്പോഴും എല്ലാ മതസ്ഥരോട് കൂടെയാണ്, ഇന്ത്യൻസിന്റെ കൂടെയാണെന്ന് പറയും. പക്ഷേ ഇവിടെ കേരളത്തിൽ തന്നെ ചിലണ്ണുണ്ട്, ചില BJP ലീഡേഴ്സ് ഉണ്ട് മുസ്ലിംസിനെ കുറ്റം പറയുന്നത്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നോർത്തിൽ പോയി കഴിഞ്ഞാൽ കാണാം BJP ലീഡേഴ്സ്. എന്തിന് ലീഡേഴ്സ് അല്ല, അതായത് CM, ഉത്തർപ്രദേശിന്റെ CM ആണ് യോഗി ആദിത്യനാഥ്. അതുപോലെ ആസാമിന്റെ CM ആണ്. ഇതുപോലുള്ള ഹെയ്റ്റ് സ്പീച്ചസ് പബ്ലിക്കായിട്ട്, ഒരു ക്ലോസ്ഡ് റൂമിലല്ല ഇത് പറയുന്നത്, പബ്ലിക് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ. ആസാമിലായിരുന്നാലും ശരി, ആസാമിലെ CM ആസാമിൽ ഈ വർഷം തന്നെ ഒരുപാട് ഹെയ്റ്റ് സ്പീച്ച് നടത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കേസ് എടുത്തോ? അല്ല, BJP എന്തെങ്കിലും തരത്തിലുള്ള ഒരു പണിഷ്മെന്റ് അയാൾക്ക് കൊടുത്തോ? അയാളെ CM-ൽ നിന്നും എടുത്ത് പുറത്തിട്ടോ? അതായത് ഹെയ്റ്റ് സ്പീച്ചിന് എതിരാണെങ്കിൽ, BJP ഹെയ്റ്റ് സ്പീച്ചിന് എതിരാണെങ്കിൽ ഇങ്ങനെ പറയുന്ന ആളുകളെ അവർ പണിഷ് ചെയ്യണം, പാർട്ടി ലെവലിൽ പണിഷ് ചെയ്യണം. ചെയ്തോ? ഇല്ല. അപ്പോൾ ഇതിൽ എന്താണ് നമ്മൾ നാട്ടുകാർ, അതായത് ഇന്ത്യൻസ് കരുതേണ്ടത്? ഹെയ്റ്റ് സ്പീച്ചിന് ഇപ്പോൾ റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റൂളിംഗ് പാർട്ടി മൗനമായി സമ്മതം കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പലരും പല കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടും മുസ്ലിംസിനെതിരെയും അതുപോലെ ക്രിസ്ത്യൻസിനെതിരെയും എല്ലാവർക്കെതിരെയും എന്തെങ്കിലും ചെയ്താലും പറഞ്ഞാലും ഒരു അക്ഷരം മിണ്ടില്ല നമ്മുടെ ഗവൺമെന്റ്. അതുകൊണ്ട് തന്നെ ഇവർക്കതൊരു വളമാണ് ഇത് ചെയ്യുന്ന ആളുകൾക്ക്. അവർ ഈ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് 2016 മുതൽ 2024 ആകുമ്പോഴേക്കും ഏതാണ്ട് 580% മുതൽ 600% വരെ ഈ ഹെയ്റ്റ് സ്പീച്ചിൽ വർധനവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, 2024 കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 2023-24 ആകുമ്പോഴേക്കും 74.4% വർധനവാണ് ഈ ഹെയ്റ്റ് സ്പീച്ചിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് കൂടുതലും ഇതിന്റെ ജോഗ്രഫിക്കൽ കോൺസെൻട്രേഷൻ നോക്കിയാൽ 88% ഹെയ്റ്റ് സ്പീച്ച് നടന്നിട്ടുള്ളത് സ്റ്റേറ്റ് ഗവേൺഡ് ബൈ BJP, ഭാരതീയ ജനതാ പാർട്ടി. ഓക്കെ, ടോപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് ആണ്, ഫസ്റ്റ് നമ്പർ 1. രണ്ടാമത് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, പിന്നെ ഉത്തരാഖണ്ഡ് ആൻഡ് ഡൽഹി. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കാര്യം വരുന്നത്. 98% ഹെയ്റ്റ് സ്പീച്ചും നടന്നിട്ടുള്ളത്, അതായത് ടാർഗറ്റിംഗ് മുസ്ലിംസിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് 98% ഹെയ്റ്റ് സ്പീച്ചും നടക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഹെയ്റ്റ് സ്പീച്ചാണ് ദിവസേന ഇവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പരിധി ആയി കഴിഞ്ഞാൽ നാട്ടുകാർക്ക് മടുക്കും. കാരണം ഇവർ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ക്യാമ്പയിൻസ് എന്ന് പറയുന്നത് നമ്മൾ നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ഹിന്ദു മുസ്ലിം എപ്പോഴും ഉണ്ടാവും. അതുപോലെ ഗോമൂത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ഇവരുടെ ഒരു ക്യാമ്പയിൻസിന് ഇല്ലാതിരിക്കില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നാട്ടുകാർക്ക് പ്രഷറായിട്ടുണ്ടാവും. മേ ബി അതുകൊണ്ടായിരിക്കാം അടിച്ചോടിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ TMCയുടെ ഗുണ്ടകൾ എന്ന് പറയുന്ന ആളുകളെ വെച്ചിട്ടായിരിക്കാം. അത് BJPയുടെ അലിഗേഷൻ ആണ്. അന്വേഷിച്ച് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം. ഇല്ലെങ്കിലുള്ള ഒരു റീസൺ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഇത് പ്ലാൻഡ് ആണ്, പക്ക പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയായിരിക്കും.